ബാക്ക് പെയിൻ ഉള്ളവർക്ക് തടവിക്കുന്നത് നല്ലതാണോ ഗൈസ്? ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ളവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, വാട്ടർ അത് വിട്ടേരെ. സോ 20-നും 40-നും വയസ്സിനിടയ്ക്ക് ഒരുപാട് പേർക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ കുറെ പേര് തടവുന്നു, കരിയർ നിർത്തി. മെയിൻ ആയിട്ട് ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഫുട്ബോൾ പ്ലേയേഴ്സ്, വോളിബോൾ പ്ലേയേഴ്സിനൊക്കെ ഒരുപാട് സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറീസ് ആയിട്ടുള്ള ഒരുപാട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ബാക്ക് ഇഞ്ചുറി വന്നവർ കരിയർ നിർത്തി എന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ കറക്റ്റ് രീതിയിൽ ലിഗമെന്റ് ഇഞ്ചുറിയും സർജറിയും എത്ര പേര് റിഹാബ് ചെയ്ത് വരുന്നു, അത്രയും പാടുപോലും ഇല്ല നമുക്കൊരു ബാക്ക് പെയിൻ ഇഞ്ചുറി ഉള്ളൊരു കറക്റ്റ് രീതിയിൽ ബാക്ക് ഇന്റൻഷൻ പോലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറെ വർക്കൗട്ടുകളും സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ചു വരാൻ പറ്റും. പിന്നെ ഈ തടവിക്കുന്നത് ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇനി നിങ്ങൾ എത്ര നേരം തടവി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ബാക്ക് ഫോം നിങ്ങളുടെ ബാക്ക് പെയിൻ മാറി നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ടിൽ കളിക്കണം, ഏത് കളി ആയിക്കോട്ടെ, ഏത് ഗെയിംസ് ആയിക്കോട്ടെ, അതുപോലെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ തടവിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല. സോ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ തടവി, എത്ര നാൾ ബെഡ് റെസ്റ്റ് ചെയ്തു, ബെഡ് ഇല്ലാതെ കിടക്കുന്നൊക്കെ പറഞ്ഞാൽ പഴയ ആൾക്കാർ വെറുതെ പറഞ്ഞു ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊന്നും നോർമൽ ബെഡിൽ കിടന്നാൽ മതി, അല്ല ബെഡ് എടുത്ത് പഴയ കിടക്കണമെന്നില്ല. അത് പണ്ടത്തെ ആൾക്കാർ പറയുന്നതാണ്. തടവിച്ച് നിങ്ങൾ ഉള്ള മസിലുള്ള പോകത്തേ ഉള്ളൂ. അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. കറക്റ്റായിട്ട് നിങ്ങൾ ജിമ്മിൽ റിഹാബ് ചെയ്യുക, അതിൻ്റെതായ വർക്കൗട്ടുകൾ ചെയ്യുക, നിങ്ങൾക്കും തിരിച്ചു വരാൻ പറ്റും. ഒന്നും അവസാനിച്ചില്ല ഗായ്സ്. കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രം മതി. Stay focused.